ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഓവറോൾ നമ്മുടെ ബ്യൂട്ടി കെയറിൽ നമ്പർ വണ്ണുമായ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അത് വേറൊന്നുമല്ല, നമ്മുടെ റോസ് വാട്ടർ. റോസ് വാട്ടർ എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ടോണറായിട്ട് മിക്കവർക്കും റോസ് വാട്ടറിനെ പറ്റി അറിയായിരിക്കും. പക്ഷേ ഇത്രയും അഫോർഡബിൾ ആയിട്ടും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടും കിട്ടുന്ന ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് റോസ് വാട്ടർ. ഇനി നമുക്ക് എന്താണ് റോസ് വാട്ടർ എന്നുള്ളത് നോക്കാം. റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് പെറ്റൽസിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ലിക്വിഡാണ് റോസ് വാട്ടർ. ഇത് എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിലും മിക്ക കോസ്മെറ്റിക്സിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ തമിഴിൽ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ റേറ്റിൽ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റോസ് വാട്ടർ. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് ഇറ്റ് പ്രിവെന്റ്സ് ആക്നെ ആൻഡ് ഡ്രൈ സ്കിന്നിന് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഡ്രൈ സ്കിന്നിനും ഓൾസോ സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് റോസ് വാട്ടർ. എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ ഇത് എല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. സ്കിൻ ഹൈഡ്രേഷൻ ഒരു നമ്പർ 1 ബെനിഫിറ്റ് ആണ്. സ്കിൻ ഹൈഡ്രേഷൻ ഈക്വൽസ് ഗ്ലോ എന്നാ പറയുന്നത്. നമ്മുടെ സ്കിൻ എത്ര ഹൈഡ്രേറ്റഡ് ആയിരിക്കും അത്രയും ഗ്ലോ ആയിട്ടിരിക്കും നമ്മുടെ സ്കിൻ. റോസ് വാട്ടറിന്റെ യൂസേജ് വന്നിട്ട് നമ്മുടെ സ്കിന്നിലെ ഡൾ സ്കിന്നൊക്കെ മാറിയിട്ട് കോംപ്ലക്ഷൻ ഒക്കെ ബെറ്റർ ആയി ഫ്രഷ് ആൻഡ് ടോൺഡ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇത് സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഞാനിവിടെ വാങ്ങി വെച്ചിരിക്കുന്ന റോസ് വാട്ടറാണ്. ഇതിവിടെ ബൂട്ട്സിൽ നിന്നാണ് വാങ്ങിയത്. എന്നിട്ട് അത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എന്നിട്ട് നമ്മൾ ഫ്രഷ് ആയി വന്ന് കഴിയുമ്പോഴേക്കും ഫേസിൽ നിന്ന് കുറച്ച് ദൂരം വെച്ച് കണ്ണുകൾ അടച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമുക്ക് നല്ലൊരു ടോണിങ് കഴിയും. റോസ് വാട്ടർ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സിൽ മാത്രമല്ല, ഡിഷസിലും ഡ്രിങ്ക്സിലും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം നമുക്ക് മനസ്സിലാവണ എന്താ, ഇത് എത്ര ഹാംഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന റോസ് ഫ്ലവർ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്കറിയാം, അതിനകത്ത് കെമിക്കൽസ് ഒന്നും സ്പ്രേ ചെയ്തിട്ടില്ല എന്നൊക്കെ. അങ്ങനത്തെ റോസ് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊന്ന് ബോയിലായി വരുമ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആ സമയത്ത് ഈ പെറ്റൽസിലുള്ള കളറൊക്കെ വെള്ളത്തിലോട്ട് മിക്സ് ആവും. എന്നിട്ട് ഈ റോസ് പെറ്റൽസ് വൈറ്റ് ഷെയ്ഡിലേക്ക് വരും. ആ സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് കൂളായതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഫില്ല് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് വരുമ്പം, കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്കിത് ഫേസിൽ സ്പ്രേ ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ സാധാരണ സിറം, മോയ്സ്ചറൈസർ, അങ്ങനെ ആഫ്റ്റർ കെയർ ഡെയിലി ചെയ്യുന്നത് ഇതിന് ശേഷം ചെയ്യാം. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ബ്യൂട്ടി സെഗ്മെന്റിൽ ഇതില്ലെങ്കിൽ നിങ്ങൾ ഇന്നോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, റിസൾട്ട് പറയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ watching and keep on watching Calidora vlogs.